മഹാത്മാവെന്ന പേര് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത ടാഗോറാണ്. ടാഗോറിനെയും സരോജിനി നായിഡുവിനെയൊക്കെ വാർത്തെടുക്കുന്നതിൽ മഹാത്മാഗാന്ധി വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. കുമാരനാശാനെ വാർത്തെടുക്കുന്നതിൽ ശ്രീരാമപുരന്റെ മകനെ പ്രിയം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് സാധാരണ മഹാന്മാരല്ല, അതിമഹാന്മാരാണ്. മഹാന്മാരുടെ മഹാന്മാരാണ്. അവർ ഇന്ത്യക്കാരായിരുന്നു, ഒരാൾ കേരളീയനായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. എക്കാലവും നമുക്ക് അഭിമാനമാണ് എന്നുള്ളത്. മഹാത്മാഗാന്ധി ഒരു വിശ്വപൌരനായി ഈ ലോകമുള്ള കാലത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗസമരങ്ങൾ അക്രമാസക്തമോ അല്ലാതെയോ ആവട്ടെ, അത് കൂടി മാത്രമേ അടിസ്ഥാന വർഗത്തിന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും സ്ഥാനമുണ്ടാവും എന്ന് പറഞ്ഞ മഹാനായ മാർക്സ് കമ്മ്യൂണിസം എന്ന് വിവക്ഷിച്ച ആ വ്യവസ്ഥ, തെറ്റിദ്ധരിക്കപ്പെട്ട ആ വ്യവസ്ഥയിൽ ഇവിടെ പട്ടാളമില്ല, പോലീസില്ല, കോടതിയില്ല, ഒന്നുമില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, മാർക്സിസ്റ്റ് പാർട്ടി പോലുമില്ല. ഓരോ മനുഷ്യനും സ്വന്തമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ മറ്റു മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു. ആരും തന്നെ വൈരുദ്ധ്യമില്ലാത്ത ഒരു കാലമാണ്. ഇന്ന് വൈരുദ്ധ്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കും. സാമ്രാജ്യത്വമില്ല, കോളനിയില്ല, ഒന്നുമില്ല. അതാണ് കമ്മ്യൂണിസം, അതാണ് മാർക്സ് ഏറ്റവും ഒടുവിലതാണ് വിഭാവന ചെയ്തത്. അത് ശരിക്ക് മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള ആ ഉന്നതമായ സാമൂഹ്യ സമത്വത്തിന്റെ 100% മേനി വിളയില്ല ആ കാലത്തേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ എടുത്താലേ മനുഷ്യനെത്തുള്ളൂ. ഉടനെയൊന്നും എത്തില്ല. അതിലേക്കുള്ള മാർഗം മാത്രമാണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. ആ മാർഗം തന്നെ 10-70 വർഷം നന്നായി നോക്കിയ ശേഷം അവസാനം സോവിയറ്റ് യൂണിയൻ എന്തായി? തകർന്ന് കഴിപ്പണായില്ല, ഇല്ലാതായി, പല പല രാജ്യങ്ങളായി മാറിയില്ല. 15 റിപ്പബ്ലിക്ക് 15 പോയില്ല. അത് USSR പ്രധാന റിപ്പബ്ലിക് ആയിരുന്നു. റഷ്യയോടൊപ്പം, റഷ്യൻ ഫെഡറേഷനോടൊപ്പം യുക്രൈൻ തമ്മിൽ യുദ്ധമാണിപ്പോ. ഒറ്റ റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ് USSR. റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. 16 റിപ്പബ്ലിക്കായിരുന്നു, അതിന്റെ യൂണിയനായിരുന്നു. നമുക്ക് ഇന്ത്യ യൂണിയൻ, 30 സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇവർ തമ്മിൽ യുദ്ധമല്ലേ. അപ്പൊ ആ സങ്കല്പങ്ങൾ, ആ കാഴ്ചപ്പാടിടയ്ക്ക് ബ്രേക്കായി. പക്ഷെ കാഴ്ചപ്പാട് തെറ്റുന്നില്ല. ആ കാഴ്ചപ്പാട് മനുഷ്യന്റെ മാനവികതയ്ക്കുള്ള അന്തിമമായിട്ടുള്ള യോജിപ്പിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുപേര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അത് അവത്തായിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പൊ ചൗരയിൽ ആക്രമണമല്ല കാണുന്നത്. അപ്പോൾ ഗാന്ധിജി അത് ഉദ്ദേശിച്ചല്ലോ, അദ്ദേഹം സമരത്തിന് വിളിച്ചത്രേ ഉള്ളൂ. സുഭാഷ് ചന്ദ്രബോസിന്റെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, അദ്ദേഹം ആയുധമെടുത്ത് പോരാടാനല്ലേ പറഞ്ഞു. അങ്ങനെ പലരും ചെകുവേര എങ്ങനെ പോരാടിയത്? ചെകുവേരയുടെ പടവാറ്റ് ഉടുപ്പിൽ നമ്മൾ ചെറുപ്പക്കാർ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചെകുവേര ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലായി, പല പല രീതികളുണ്ട്. ആ രീതികളെ എല്ലാം അംഗീകരിച്ച് സമന്വയിപ്പിച്ച് ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടാകുന്നതിന് വേണ്ടി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാനായ ഗാന്ധിജി അമ്പലപ്പുഴ കരുമാടി അന്നൊരു സത്രം ഉണ്ടായിരുന്നു, അവിടെ വന്നിരുന്നു. ഈ കേരളം മൊത്തം സഞ്ചരിച്ച കാലത്താണ്. ഗാന്ധിജിയുടെ പേരിൽ അവിടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്, അനുസരിച്ചിട്ട്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് അവിടെ പണിഞ്ഞിട്ടുണ്ട് പുതുതായി. അപ്പോൾ ആലപ്പുഴയിലും വന്നിരുന്നു. ശ്രീനാരായണ ഗുരു വയലാർ കളവങ്കോടത്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഒന്നാമത്തെ SNDP യോഗത്തിന് ഒന്നാമത്തെ ശാഖ സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടനാട്ടിലെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ എന്താ പറയുക, നീലമ്പേരൂരാണ്. അദ്ദേഹം ആലപ്പുഴ ടൗണിലെ ആ മഹാക്ഷേത്രത്തിൽ വന്ന് പന്തിഭോജനം നടത്തിയിരുന്നു കിളങ്ങാമറ മൊയ്താനി. അങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചവരാണ് ഇവർ, സഞ്ചരിച്ച് സത്യം കണ്ടെത്തിയവരാണ്. അവരുടെ തിരുന്ന് പുസ്തകങ്ങൾ മാത്രം വായിച്ചല്ല, മനുഷ്യരിലേക്ക് ഇറങ്ങി യഥാർത്ഥ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി അവരുടെ അനുഭവം വളരെ സമ്പന്നവും സത്യവുമുള്ളതായി. സനാതനമായ മൂല്യങ്ങളിൽ ഗാന്ധിജി വിശ്വസിച്ചു.
സനാതനധർമ്മം എന്ന് പറയാൻ RSS ആണെന്ന് പറയുന്നത് തെറ്റായിട്ട് പറയുകയാണ്. അവരുടെ ധാരണ അവരാണ് സനാതനധർമ്മങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് വേദങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടാണ്. വേദിക് കാലഘട്ടത്തിന് മുമ്പുണ്ടായതാണ്. വേദിക് കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണയം വന്നത്. ചാതുർവർണ്ണയം വേദിക് കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. അതിന് മുമ്പ് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. ആ ഉപനിഷത്തുകളിലാണ് മഹത്തായിട്ടുള്ള ഈ സനാതന കാഴ്ചപ്പാടുള്ളത്. അതിനകത്ത് ഹിന്ദു എന്ന പേര് പോലുമില്ല. വേദിക് കാലഘട്ടത്തിൽ ഉപനിഷത്തുകളെല്ലാം ബ്രാഹ്മണ മേധാവിത്വം തിരുത്തി എഴുതി. അതിനകത്ത് അത് അടിച്ചു ചേർത്തവര് അത് വെള്ളം ചേർത്തു. അങ്ങനെയാണ് ഇതുണ്ടായത്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് കേട്ടാലുടനെ അത് RSS ആണ്, BJP ആണെന്നുള്ളതല്ല. അത് ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനി അല്ല, ആരുമില്ല. മാറ്റമില്ലാത്ത ധർമ്മങ്ങൾ. സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. ഇപ്പൊ ദേഷ്യം ഒരു നെഗറ്റീവാണ്. അത് മാറ്റമില്ലാത്തതാണ്. ദേഷ്യം സോഷ്യലിസ്റ്റിലുണ്ട്, കമ്മ്യൂണിസത്തിലും ചിലപ്പോൾ മുതലാളിത്തത്തിലുമുണ്ട്. സ്നേഹം, മനുഷ്യനുള്ള കാലത്തോളം സ്നേഹം ഉണ്ടാവും. ഇതൊക്കെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ BJP RSS പറയുന്നതിന്റെ പുറകെ പോയി അത് ശരിയാണോ തെറ്റാണെന്ന് വാദിക്കാനല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇവിടെ ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പറഞ്ഞ ഭയങ്കര പബ്ലിസിറ്റിയാണ്. ഞാൻ മാത്രമാണ് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടായിരിക്കും ഞാനാണ് താരമെന്ന് നമ്മുടെ യുവാനസാവ് പറഞ്ഞു. എന്നേക്കാൾ മുമ്പേ സംസാരിക്കാൻ ഞാൻ പറഞ്ഞത് നിങ്ങളല്ലേ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. അങ്ങനൊന്നുമല്ല. അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കണം. ചില സ്ഥലത്തൊക്കെ ചെല്ലു പോകുന്നുണ്ടാവും. ഇവിടെ നിങ്ങളാരും പോകുന്നു. കുറച്ച് മൂത്താളല്ലോ, അദ്ദേഹം സംസാരിക്കട്ടെന്ന് ഞാൻ കരുതി. അതുപോലെ എല്ലാവരും അതിനകത്ത് കുറച്ച് പോകുന്നു സംസാരിക്കണം. അവസാനിപ്പിക്കാൻ സംസാരിക്കണം പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. അപ്പോ 10-15 മിനിറ്റ് താരം. അപ്പോ എന്താ പറയാമെന്ന് നോക്കാം. അതേപ്പറ്റിയാണ് പറഞ്ഞത്.